പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഭവാനിപൂരിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ബിജെപി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരി ബൂത്ത് സന്ദർശിക്കാൻ എത്തിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ലാത്തിചാർജിൽ കലാശിച്ചത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കേന്ദ്രസേന ലാത്തിചാർജ് നടത്തി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ് തുടരുന്നു. 1 മണിവരെ 61.11% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബിൾ, ഭവാനിപൂർ ഏറെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള സ്ഥലമാണ്. നമുക്കറിയാം വലിയ സംഘർഷ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് വലിയ സുരക്ഷാ വലയമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും സംഘർഷം എങ്ങനെയാണ് രൂപപ്പെട്ടത് അവിടെ? ശ്രുതി, ഞാൻ നിൽക്കുന്ന ഈ ബൂത്ത് ഭവാനിപൂർ മണ്ഡലത്തിലാണ്. ഇവിടെയാണ് അല്പം മുമ്പ് സുവേന്ദു അധികാരി ബൂത്ത് സന്ദർശിക്കാൻ വേണ്ടി എത്തിയത്. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് കടക്കുമ്പോൾ ചില TMC പ്രവർത്തകർ അദ്ദേഹം തടയാൻ ശ്രമിച്ചു. പിന്നീട് അദ്ദേഹം ആ സമയത്ത് അവിടെ ജയശ്രീറാം വിളിക്കുകയും പിന്നീട് വലിയ ഉന്തും തള്ളുമായി മാറുകയുമാണ് ചെയ്തത് എന്നാണ് നമുക്ക് വിവരമുള്ളത്. അതിനു പിന്നാലെ പോലീസും ഒപ്പം കേന്ദ്രസേനയും ഇവിടെ ഉണ്ടായിരുന്ന ഈ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ട് വിഭാഗങ്ങളെയും പിരിച്ചുവിടാൻ വേണ്ടി ലാത്തി ചാർജ് അടക്കം നടത്തുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കേന്ദ്രസേന കൂടുതലായി ഈ മേഖലയിലേക്ക് ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. വലിയ തരത്തിൽ തന്നെ പ്രത്യേകിച്ച് ഈ 217 ഈ ബൂത്ത് നമ്പർ. ഈ ബൂത്തിലേക്ക് വലിയ തരത്തിൽ തന്നെ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം രണ്ട് ചേരിയായി തിരിഞ്ഞതുകൊണ്ട് സംഘർഷ സാധ്യത മേഖലയായി മാറുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് പോലീസും ഒപ്പം കേന്ദ്രസേനയും ലാത്തി വീശിക്കൊണ്ട് കൂടുതൽ പ്രവർത്തകരെയൊക്കെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്ന തീരുമാനമൊക്കെ എടുത്ത് അത്തരത്തിൽ പിരിച്ചുവിടുന്ന കേന്ദ്രസേനയെ കാണാൻ കഴിയും. കൂടുതലായി ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് CCTV ക്യാമറ ഉള്ള വാഹനങ്ങളടക്കം കൂടുതലായി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ബാക്ക് മാർച്ച്, റൂട്ട് മാർച്ച് അടക്കം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ഇപ്പോൾ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നാൽ കാണാൻ കഴിയും പോലീസിന്റെ ഒരു വലിയ നിര അവിടെയുണ്ട്. ഒരു വശത്ത് കേന്ദ്രസേനയും മറുവശത്ത് കൽക്കത്ത പോലീസുമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ ബൂത്തിന്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ സംഘർഷ സാധ്യതയായിരുന്നു ആ സമയത്ത്. പ്രത്യേകിച്ച് ജയശ്രീറാം വിളികളുമായി സുവേന്ദു അധികാരി കൂടി രംഗത്തേക്ക് വന്നതോടെ ഇരു വിഭാഗവും തമ്മിൽ വലിയ തരത്തിൽ ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായി. രാവിലെ സുവേന്ദു അധികാരിയും മമതാ ബാനർജിയും ഒരുമിച്ച് ഒരു ബൂത്തിൽ കണ്ടുമുട്ടിയതും വലിയ തർക്കത്തിലേക്ക് പോയിരുന്നു. എന്താണെങ്കിലും കൂടുതൽ പോലീസ് അടക്കം ഇവിടെയുണ്ട്. നിലവിൽ ഈ മേഖലയിൽ സമാധാനം, പ്രത്യേകിച്ച് വലിയ അനിഷ്ട സംഭവങ്ങളില്ലാതെ എല്ലാവരെയും പിരിച്ചുവിടാൻ ലാത്തിചാർജിലൂടെ പിരിച്ചുവിടാൻ പോലീസിന് കഴിഞ്ഞു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ ജാഗ്രത പുലർത്തുന്നതോടൊപ്പം കൂടുതൽ സേനയടക്കം വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ 1 മണി വരെയുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ 61% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെക്കോർഡ് പോളിലേക്ക് രണ്ടാം ഘട്ടവും പോവുകയാണ് എന്ന സൂചനയാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. മികച്ച ക്യൂ നമുക്കിപ്പോൾ കാണാൻ കഴിയും. നിരവധി ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയും. അതായത് വലിയ തരത്തിൽ വോട്ടിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഒഴുകിയെത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ 90 കടക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം 1 മണിയിലെ കണക്ക് പ്രകാരം 60 പിന്നിട്ടെങ്കിൽ ഒരുപക്ഷെ 6 മണിയാകുമ്പോഴേക്കും അത് 90 കടക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അത്തരത്തിൽ എല്ലാ പാർട്ടികളും അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതാണെങ്കിലും മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ ഇനിയും വോട്ട് ചെയ്യാനുണ്ട്. അല്പസമയത്തിന് തന്നെ മമതയും ഭവാനിപൂരിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തും. കൂടുതൽ സംഘർഷ സാധ്യത അടക്കം കണ്ടുകൊണ്ട് വിവിധ ഇടങ്ങളിൽ കൂടുതൽ കേന്ദ്രസേന തമ്പടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന രഹസ്യവിവരമടക്കം ഉണ്ട് എന്നാണ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ 61% പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു. ഔദ്യോഗിക കണക്കിന് ഇപ്പോൾ 3 മണിക്ക് ശേഷം വീണ്ടും വരും. അപ്പോൾ ഒരുപക്ഷെ 70 കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ശ്രുതി, ശരി. എന്തായാലും രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ് തന്നെയാണ് തുടരുന്നത്. 1 മണിവരെ 61.11% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഭവാനിപൂരിൽ സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.